ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഈ സാരി തയ്ച്ചിട്ട് ഏകദേശം 24 വർഷമായി. 24 വർഷമായ സാരിയായത്. അപ്പോൾ ഇതിന് അന്ന് തയ്ച്ച ബ്ലൗസായത്. ഞാൻ ഇന്ന് കുറേ നാളായി ഇതിട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തുനിന്ന് ഇട്ടു. വണ്ണമൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വയ്യാമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചെടുത്തിട്ടപ്പോൾ ഇപ്പോഴും അന്ന് ഇട്ടതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ ഒത്തിരി വണ്ണം എനിക്ക് കൂടിയെന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 24 വർഷം കൊണ്ട് എൻ്റെ ശരീരം ഞാൻ അതുപോലെ ശ്രദ്ധിച്ച് അധികം വണ്ണം വെക്കാതെ ക്ഷീണിക്കാറുണ്ട്. ചിലപ്പോൾ കുറച്ചൊക്കെ ക്ഷീണിക്കാറുണ്ട്. എനിക്ക് ചെറുതായിട്ട് ഷുഗറിൻ്റെ ഉണ്ട്. പക്ഷേ ഞാൻ അതുപോലെ ആഹാരം നിയന്ത്രിച്ചും എക്സർസൈസ് ചെയ്തും ഒക്കെ ഞാൻ എൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാം. ഞാൻ ഈ സാരി എടുത്തെടുത്തപ്പോൾ ഞാൻ പണ്ടത്തെ ഒരു കാര്യം ഓർത്തു പോയി. ഈ സാരി തയ്ച്ച് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ചെങ്ങന്നൂർ ചെന്നിരിക്കും. അപ്പോൾ ചെങ്ങന്നൂർ തെക്കുന്ന് വടക്കുന്ന് വരുന്ന വഞ്ചിനാട് വരുന്നവർ അവിടെ ഇറങ്ങിയിരിക്കും. ഞാനും അവിടെ കാണാം. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുണ്ട്. അങ്ങനെ വഞ്ചിനാടിന് വരുന്ന ഒരു ടീച്ചറുണ്ട് ചെങ്ങന്നൂർ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഇപ്പം ഞാൻ സാരി തയ്ക്കുന്ന അറിയാം, കൊടുക്കുമെന്നൊക്കെ അറിയാം. എൻ്റെ കയ്യിൽ നിന്ന് സാരി ഒരുപാട് വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ സാരി ഉടുത്തോണ്ട് വന്നത്. ഈ സാരി ഉടുത്തോണ്ട് വന്നപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടീച്ചറെ, എനിക്കും ഇത്തരം ഒരു സാരി വാങ്ങിച്ച് തയ്ച്ച് തരാമോ എന്ന് ചോദിച്ചാൽ അവർ തയ്ച്ച് തരാം എന്ന് പറഞ്ഞ് സാരി വാങ്ങിച്ച് തയ്ച്ചു കൊടുത്തപ്പോൾ അവർ കൊടുത്ത സമയത്ത് അവരുടെ കയ്യിൽ പൈസ തരാനില്ല. അപ്പോൾ അവർ നമ്മളിപ്പോൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെങ്ങന്നൂർ ചെന്നിരിക്കുമ്പോൾ ഇവരെ കാണും, അത്രയേ ഉള്ളൂ. അല്ലാതെ കാണാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ സാരി ഞാൻ കൊടുത്തു. ഏതായാലും പൈസ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ 12 വർഷം കഴിഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഒരിക്കൽ ഇതുപോലെ അവിചാരിതമായിട്ട് കോട്ടയത്ത് വെച്ച് ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ ട്രെയിനിൽ അവരുണ്ട്. ഞാൻ കയറിയ ട്രെയിനിൽ തന്നെ അവരുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോഴേ അവർ ആ പൈസ എടുത്തിങ്ങ് തന്നു. 300 രൂപയും കണ്ട. ഞാൻ വിചാരിച്ചെന്നാലും എൻ്റെ ഒരു ഭാഗ്യം അവരുടെ ഒരു ഭാഗ്യം, എന്തായാലും ആ പൈസ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ തയ്ച്ചു കൊടുത്ത സാരികൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഒത്തിരി പൈസയൊന്നും വാങ്ങിക്കത്തില്ല. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, ബാലരാമപുരത്തു നിന്ന് സാരി വാങ്ങിക്കാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. 300 രൂപയ്ക്ക് ഞാനൊരു ഷിഫോൺ സാരി ചുറ്റിനും തയ്ച്ച് അപ്പം ഞാൻ മുകളിൽ ഇവിടെ മുകളിലത്തെ ഇങ്ങനെ ഇത്രയുള്ള തയ്ക്കാതായിരുന്നു ആ സാരി എൻ്റെ കയ്യിൽ. അതിനാണ് ഞാൻ 300 രൂപയെന്ന് പറഞ്ഞത്. പക്ഷേ ആ മുകളിലും തയ്ച്ച് ഞാൻ 300 രൂപയ്ക്ക് ആ സാരി ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തു. ബാലരാമപുരത്തുനിന്ന് സാരി വാങ്ങിക്കാനായിട്ട് വൈകിട്ട് 5:15 മദ്രാസ് മെയിലിൽ സാരി വാങ്ങിക്കാനായിട്ടൊരു മാഡം വന്നു. ആലോചിച്ച് നോക്കിക്കോ, ഓരോരുത്തരുടെ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണ്ടേ. നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ വരുന്നുള്ളൂ. ഞാനത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ സാരിയും കൊടുത്തു. 300 രൂപ എന്നത് ഞാൻ കൂടുതൽ പൈസയൊന്നും വാങ്ങിച്ചില്ല. 300 രൂപയും വാങ്ങിച്ചു.